നമ്മൾ ഈ പെൺപിള്ളേരുടെ വിഷമങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ആരും മനസ്സിലാക്കുന്നില്ല. ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല ഞങ്ങളുടെ പെൺപിള്ളേരുടെ വിഷമങ്ങൾ. ഈ വീഡിയോ കാണുന്ന അറ്റ്ലീസ്റ്റ് കുറച്ച് പുരുഷന്മാരെങ്കിലും ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് രണ്ട് വിഷമങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ചുരുണ്ട മുടിയുള്ള പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്കത് നീട്ടാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. ഇത് നീണ്ട മുടിയുള്ള പെൺപിള്ളേരാണെങ്കിലോ അത് ചുരുട്ടാനായിട്ടാണ് അവർക്ക് ഭയങ്കര ആഗ്രഹം. പിന്നെ ഈ രണ്ടും കെട്ടൊരു മുടിയുണ്ട്, ഇതുപോലെ ചുരുണ്ടതാണോ അല്ല, നീണ്ടതാണോ അല്ല, ഇങ്ങനെയുള്ള മുടി എന്താണെന്നറിയാൻ വയ്യാതെ ഞങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ പല നിമിഷവും ഇങ്ങനെ നിന്ന് പോവാറുണ്ട്. അത് വല്ലാത്തൊരു വിഷമമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വേറൊരു വിഷമം ഉണ്ടടാ, അതായത് നമ്മൾ ഈ മുടിയിൽ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കുളിച്ച് റെഡിയായി നിൽക്കുമ്പോൾ ആരെങ്കിലും പുറത്ത് പോകാൻ വിളിക്കും. അപ്പം നമുക്ക് വിഷമമല്ല വരിക, നമുക്ക് ദേഷ്യവും കൂടെ വരും. വിഷമം പ്ലസ് ദേഷ്യം. ആ മൊമെന്റ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയേ ഇല്ല. പിന്നെ വേറൊരു വിഷമം ഉണ്ടോ, നിങ്ങൾ ഈ ഫോട്ടോസ് എടുക്കും, 2-3 ഫോട്ടോസ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കത് പറ്റിയേ ഇല്ല. നമ്മൾ പറഞ്ഞ ഒരു 50 ഫോട്ടോയെങ്കിലും എടുക്കും. ഈ 50 ഫോട്ടോ എടുത്തിട്ടും മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ വരാത്തൊരവസ്ഥയുണ്ട്. ആർക്കും മനസ്സിലാവത്തില്ല, പെൺപിള്ളേർക്ക് മാത്രമേ ആ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. പിന്നെ വേറൊരു വിഷമമുണ്ട്, അതായത് നമ്മൾ ഇന്ന് ഇടുന്നൊരു ഡ്രസ്സ് 100% കോൺഫിഡൻസിൽ നല്ല ഔട്ട്ഫിറ്റിൽ നമ്മൾ ഇങ്ങനെ റെഡിയായി നിൽക്കും. പക്ഷെ ആ ഡ്രസ്സ് തന്നെ നാളെ നമ്മളോട് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. 0 കോൺഫിഡൻസ് ആയിരിക്കും. ഞങ്ങളത് യൂസ് ചെയ്യില്ല, ഞങ്ങൾ അങ്ങനെയാണ്. പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കുറഞ്ഞതൊരു 2-3 ഔട്ട്ഫിറ്റ് ഇങ്ങനെ ഇട്ട് നോക്കണം. അത് ഇട്ട് നോക്കാണ്ട് ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാറില്ല. നമ്മുടെ മനസ്സിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഫുഡ്. നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ വേണം, എന്നാൽ നമുക്ക് വണ്ണം വെക്കാൻ പാടില്ല. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണത്. ഈ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വെയിറ്റ് ഇത്തിരി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്നൊരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു വിഷമമുണ്ട്, ഒരു വെറൈറ്റി വിഷമം. ഈ ഐബ്രോ ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഐബ്രോ സെറ്റ് ചെയ്യാൻ പോകാൻ നേരം ഉള്ള ഒരു വേദനയുണ്ട്. ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലിയും മെൻ്റലിയും ഞങ്ങളെ ബ്രേക്ക് ചെയ്യുന്നൊരു വല്ലാത്തൊരു വേദനയാണത്. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. മറ്റേ യൂട്യൂബിലൊരു സീരീസ് ഉണ്ടല്ലോ, വല്ലാത്തൊരു കഥ, അതുപോലത്തെ ഒരു കഥയാണ് ഞങ്ങളുടെ കഥ. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. ഇതുപോലെ ഞങ്ങൾ അനുഭവിക്കുന്ന പല പെയിൻസും ഉണ്ട്, നിങ്ങൾക്കത് അറിയില്ല. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള പെൺപിള്ളാരെയൊക്കെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് അവരോടൊന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അവരൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അല്ലാണ്ട് പിന്നെ അതിനകത്ത് കയറി പിരികേറ്റി ഇങ്ങനെ ഇതാവരുത് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.